ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ കുറച്ച് വേസ്റ്റായിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ കാണും. വെറുതെ പോയി കിടക്കുന്നതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മളത് എന്തെങ്കിലും സാധനം വെക്കും, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റാക്കി കളയാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. നമുക്കത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. പിന്നെ കൂടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു കുറച്ച് പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ കത്രിക ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കും. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്കിങ്ങനെ നീളത്തിൽ കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് നീളത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിൻ്റെ ലാസ്റ്റ് ആ തുമ്പിങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കണം. കണ്ടല്ലോ, അതേപോലെ നമ്മളിങ്ങനെ മൊത്തം ആ കവർ മൊത്തം നമ്മളെല്ലാം ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇത് കുറച്ച് കട്ടിയുള്ളൊരു കവറായതുകൊണ്ട് കുറച്ച് പാട് തോന്നിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നൈസായിട്ടുള്ള കവറാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുകൊണ്ടാണ് ഇഷ്ടം പോലെ ഇതേപോലെ മൊത്തത്തോടെ ആ കവറിലുള്ളത് മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത് കാണാം. ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. അത് നമുക്ക് ഇതിൻ്റെ കമ്പായിട്ട് വെക്കാനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇർക്കിളിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇർക്കിളി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഇത് നിങ്ങളുടെ വീട്ടിൽ കാണും. നമ്മൾ ചൂലൊക്കെ ഉപയോഗിക്കാനായിട്ട് ഓലയിലെടുക്കുന്ന ഇർക്കിളിയില്ല, അതാണിത്. അതും എല്ലാവരുടെ വീട്ടിൽ പൊതുവെ കാണുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ മുറിച്ചപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വേസ്റ്റായിട്ട് വന്ന പാർട്ടാണ്. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് നമുക്കിങ്ങനെ ഫ്ലവറിന് ഒരു മൊട്ട് വേണ്ടേ നടുക്ക് വെക്കാനായിട്ട്, അതിനാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ മടക്കി ഒരു മൊട്ടിൻ്റെ ആകൃതിയിലാക്കി വെച്ചാൽ മതി. ഞാൻ ആ ഇറുക്കിലെടുത്ത് നടുക്ക് വെക്കുന്നുണ്ട്. അതേപോലെ വെച്ചാൽ മതി. കണ്ടല്ലോ, അതേപോലെ രീതിയിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഒരു നൂലെടുക്കുക. നൂലെടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മളൊന്ന് മുറുക്കി നല്ലതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അത് ഊരിപ്പോകാത്ത രീതിയിൽ. അപ്പോൾ ഇതേപോലെ ഞാൻ ടൈറ്റായിട്ട് മുറുക്കി കെട്ടിയിട്ടുണ്ട്. കെട്ടുന്ന രീതി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതേപോലെ ഇങ്ങനെ വലിച്ചിങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിങ്ങനെ എടുത്ത് ചെറുതായിട്ടൊന്ന് റൗണ്ടാക്കി അതിൻ്റെ മണ്ടയിലോട്ട് വെച്ചിട്ട് ഇത് വലിച്ചെടുത്താൽ മതി. ഈസിയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ മുട്ട് റെഡിയായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ പീസ് നമുക്ക് എടുക്കാം. അതിലൊരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിനും ചെയ്ത് കൊടുക്കണം. അതിൻ്റെ നമ്മൾ നേരത്തെ വലിച്ചു വിട്ടില്ല, ആ ഭാഗം മേളിൽ വരുന്ന രീതിയിലായിട്ട് മൊത്തം ചുറ്റി നല്ലതായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കണം മൊത്തത്തിൽ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയർ കംപ്ലീറ്റായി. നല്ല ടൈറ്റായിട്ട് വീണ്ടും കെട്ടിക്കൊടുക്കുക. ഞാൻ ഇതിന് ഒരു ഫ്ലവറിന് മൊത്തം എടുക്കുന്നത് 4 പീസാണ്. 4 പീസ് മതി. ഒരു മീഡിയം സൈസ് ഫ്ലവറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല കുറച്ചും കൂടി വലിയതായിട്ട് ഫ്ലവർ വേണമെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ഒരുപാട് പീസസ് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അടുത്ത പീസ് എടുത്തിട്ടുണ്ട്. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചുറ്റിന് വെച്ച് കൊടുക്കുകയാണ്. ചുറ്റിന് നല്ല കവർ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്.
ഒരു കവറിൽ നമുക്കൊരു 3-4 ഫ്ലവറൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമുക്ക് വീണ്ടും അതേപോലെ നല്ല ടൈറ്റായിട്ട് നമുക്ക് വീണ്ടും കെട്ടിക്കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് വേറെ രീതിയിലുള്ളതാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 2 പീസ് നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ പീസ് എടുക്കണം. അതിങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ തുണിക്കൊക്കെ ഇങ്ങനെ ഞുറിഞ്ഞുറിഞ്ഞ് വെക്കത്തില്ല, അതേപോലെ അതിൻ്റെ ആ ഭാഗം വന്ന് ഇതേതുണ്ടോ അതേപോലെ ഞുറിഞ്ഞുറിഞ്ഞ് വെക്കണം, അല്ലെങ്കിൽ ചുരുക്കി വെക്കണം. അതേപോലെ ചുരുക്കി വെച്ച് കൊടുത്താൽ മതി. ചുറ്റിനും ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ചുരുക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ആ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ലെയറും അതേപോലെ ചുരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്കിങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. ഇത് നമുക്ക് പച്ച കളറ് പ്ലാസ്റ്റിക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അതിൻ്റെ തുമ്പത്ത് ഇതേപോലെ കവർ ചെയ്ത് കൊടുത്താൽ മതി. അതിപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ നൂലെടുത്ത് വൂളൻ ടൈപ്പ് നൂലെടുത്തത്. അത് ഇതേപോലെ ഇങ്ങനെ നല്ലതായിട്ട് ചുറ്റി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പീസസ് കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ചുരുക്കി വെച്ച് കൊടുത്ത് ആദ്യത്തെ ലാസ്റ്റത്തെ ചുരുക്കി 2 ലെയറും അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുണ്ട്. ഇതേപോലെ ഞാൻ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇത് ഞാൻ നേരത്തെ ചെയ്തെടുത്തതാണ്. വേറെ കളർ വെച്ച് ഇതേപോലെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ഭംഗിയാണ് നമുക്ക്